യുദ്ധം ചെയ്യുന്നു, ഇറാനെ വീക്കൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു, എന്നിട്ടൊരു കരാർ ഉണ്ടാക്കുന്നു, ആ കരാർ പ്രകാരം യുദ്ധം നടത്തുന്നു, എന്നിട്ട് തന്ത്രപരമായി ഹോർമുസിൽ അപ്പുറ സൈഡിൽ കൂടെ കപ്പൽ ഓടിക്കാൻ നോക്കുന്നു. ഇറാനെ സംബന്ധിച്ച് അതിൻ്റെ അപകടം അവർ മനസ്സിലാക്കുന്നു. കാരണം ഹോർമുസ് ഞങ്ങളുടെ സ്ഥലത്തൂടെ മാത്രമേ കപ്പൽ ഓടിക്കാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് നിയന്ത്രണമുള്ള ഷെയർഡായിട്ടുള്ള പാതയിൽ കൂടി മാത്രമേ കപ്പൽ ഓടിക്കാൻ പാടുള്ളൂ. ഞങ്ങളെ ലോകം എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞങ്ങളത് ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്യലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മാർഗം, ഞങ്ങളുടെ അതിജീവന മാർഗം അതാണ്. അപ്പം ഞങ്ങൾ ക്ലോസ് ചെയ്താൽ ലോകം നിൽക്കും. ലോകം നിന്നാൽ ഈ യുദ്ധം നിർത്താൻ ലോകം ഇടപെടേണ്ടി വരും. അതാണ് അവരുടെ വജ്രായുധം, അവരുടെ അനുഭവം എന്നൊക്കെ വിളിക്കാൻ സാധനം. അപ്പോൾ ഈ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷന് പുറത്തുകൂടെ ഒരു പാത ഉണ്ടാക്കി ആ പാത നോർമലൈസ് ചെയ്താൽ ഈ സാധ്യത അടയും. അപ്പോഴാണ് നോക്കുമ്പോൾ ഒരു കപ്പൽ വന്നു, ഖത്തറിൻ്റെ കപ്പൽ ആക്രമിച്ചു. ഖത്തർ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത രാജ്യമാണ്. ഒരർത്ഥത്തിൽ ഖത്തറിൻ്റെ കപ്പലിനെ ആക്രമിക്കുന്നത് മര്യാദകേട് തന്നെയാണ്. പക്ഷേ അവർ ആക്രമിച്ചു. കാരണം ആക്രമിച്ചിട്ടില്ല എങ്കിൽ പാതയുടെ സ്വഭാവം മാറും, പിന്നെ അവിടെ ഇടപെടാൻ പറ്റാത്ത നില വരും. ഇടപെടാൻ പറ്റാത്ത നില വന്നാൽ യുദ്ധം ഉണ്ടായിക്കഴിയുമ്പോൾ കയ്യിലുള്ള ഈ വജ്രായുധത്തിൻ്റെ ശേഷി ഇല്ലാതാവും. അങ്ങനെ തന്ത്രപരമായി ഇറാനെ അവിടെ ആ പ്രശ്നത്തിൽ കെടുത്തി കളയാമെന്ന് അമേരിക്ക വിചാരിച്ചു. പക്ഷേ അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ഖത്തറിൻ്റെ കപ്പലായാലും എന്നവർ തീരുമാനിക്കുന്നു, അവരാക്രമിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഈ ടെൻഷൻ്റെ റീസൺ. അത് അമേരിക്ക ഉണ്ടാക്കിയ പ്രകോപനം ചെറുതല്ല. അമേരിക്ക ഒരു തന്ത്രത്തിൽ ഇറാൻ്റെ ഹോർമുസ് സാധ്യതകളെ നമുക്ക് ഇല്ലാതാക്കിയിട്ട് റൂട്ട് റീഫിക്സ് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് നടന്നില്ല മാത്രമല്ല, ഞങ്ങൾക്ക് നിയന്ത്രണമുള്ള പാതയിലൂടെ ഓടിച്ചാൽ മതി, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ പാത അടയ്ക്കും, അങ്ങനെ ഒരു സാധ്യത ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിർത്തിയാൽ മതി എന്ന് തീരുമാനിച്ചു അവർ. എന്ന് മാത്രമല്ല, ഇറാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണ്ട, നമുക്കൊരു ധാരണയിൽ പോകുന്ന വിചാരിച്ചാൽ പോലും IRGC ആണ് അവിടെ ഇപ്പോഴത്തെ ഡോമിനൻസ് അവർക്കാണ്, അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, നമ്മളിപ്പോൾ കപ്പൽ ആക്രമിച്ചാൽ നമ്മുടെ 100-200 കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കുമെന്ന് ഇറാൻ അറിയാമല്ലോ. എന്നിട്ട് കൂടി ഇറാൻ ആ സാഹസത്തിന് മുതിരുന്നത് ഞങ്ങളുടെ വജ്രായുധം കീപ്പ് ചെയ്യാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന സന്ദേശം കൊടുക്കാനാണ്. ആ അസ്വസ്ഥതയിൽ നിന്നാണ് അമേരിക്ക ഈ പ്രത്യാക്രമണം നടത്തുന്നത്. ആക്രമിക്കുന്നു, നിർത്തുന്നു, തുടരാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. കാരണം അത് നീണ്ടുപോയാൽ അമേരിക്കൻ താല്പര്യങ്ങൾ ആക്രമിക്കപ്പെടും. അമേരിക്കൻ താല്പര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് GCCക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതല്ല. ഇപ്പോൾ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ നേരിട്ട് അമേരിക്കയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അമേരിക്കയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള പണപ്പെരുപ്പം ഉണ്ടാകുന്നു, വിലക്കയറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു, അമേരിക്കൻ ടാക്സ് മണി വലിയ തോതിൽ പോകുന്നു. ഈ പ്രശ്നമെല്ലാം അമേരിക്കകത്തുള്ള പ്രശ്നമാണ്. അവിടുത്തെ ജീവിതത്തെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ അമേരിക്ക അങ്ങനെ ഒരു ലോങ് ടൈം വാറിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പണ്ടത്തെ ഫസ്റ്റ് വേൾഡ് വാർ ഒരു സെക്കൻഡ് വേൾഡ് വാർ പോലെയല്ല. യുദ്ധമുള്ളപ്പോൾ കൂടുതൽ അണുബോംബ് കയ്യിലുള്ള ഒരു രാജ്യം അങ്ങോട്ട് പോകുന്നു, ജയിക്കുന്നു, ആ പരിപാടിയൊക്കെ പോയി. ഇത് എല്ലാ തരത്തിലും ഇമ്പാക്റ്റ് ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോൾ 115 രൂപ പെട്രോൾ, 116 രൂപ പെട്രോളിൻ്റെ വില എല്ലാവരെയും ഇമ്പാക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു രാജ്യം, ശക്തി കുറഞ്ഞ ഒരു രാജ്യത്തെ ശക്തി കൂടിയ രാജ്യം വന്ന് ബോംബിട്ട് കൊല്ലുന്നു. അതാണ് യുദ്ധം. പണ്ടത്തെ അല്ലെങ്കിൽ സൈനിക യുദ്ധം പോലെ കൂടുതൽ പട്ടാളക്കാരുള്ള ആളുകൾ വാളും വടിവാളുകളുമായി ചെറിയ നാട്ടുരാജാക്കന്മാരെ കൊല്ലുന്നു. ആ പരിപാടിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ടർ വേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യം ഒരു ഓയിൽ പ്രൊഡക്ഷൻ രാജ്യമാണെങ്കിൽ അത് ലോകത്തെ മൊത്തം ബാധിക്കും. അത് അമേരിക്കയ്ക്കും അറിയാം. ഒരു യുദ്ധത്തിൽ ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് പോസിബിളായ കാര്യമല്ല. എന്ന് മാത്രമല്ല, അമേരിക്ക ഏത് സമയത്ത് ഒരു വലിയ ഇൻവേഷന് തയ്യാറാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവരും പ്ലാൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധം നീണ്ടുപോകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. നീണ്ടുപോകുന്ന തോറും അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് വലുതായിരിക്കും. പക്ഷേ ഒട്ടും ആശാവഹമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്. കാരണം ആക്രമിക്കപ്പെടുന്നത് GCCയിലെ രാജ്യങ്ങളാണ്. അത് നമ്മുടെ സഹോദരങ്ങളുള്ള രാജ്യമാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യമാണ്. പിന്നെ ആ മേഖലയിലുണ്ടാകുന്ന ഏത് യുദ്ധവും നമ്മുടെ എണ്ണവില അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. സോ നമ്മളെ സംബന്ധിച്ച് സമാധാനിക്കാൻ കഴിയുന്നൊരു സന്ദർഭം വരുന്നില്ല എന്നത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. ഇറാനെ സംബന്ധിച്ച് അവർ അവസാനത്തെ പോരാട്ടത്തിൽ നിൽക്കുകയാണ്. കാരണം അവരുടെ ആ പോരാട്ടത്തിൽ അവർ ജയിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം തന്നെ വീഴും. സോ അതിൻ്റെ നിലനിൽപ്പിനോട്ടുള്ള ഫൈനൽ പോരാട്ടത്തിലാണ്. അപ്പോൾ അത് അതിൻ്റെ മാക്സിമത്തിലായിരിക്കും അത് പ്രവർത്തിക്കുക. അതിനകത്ത് കോംപ്രമൈസും മൂടൊന്നും അവർക്കുണ്ടാവത്തില്ല. അത് വേറൊരു കാര്യം. പക്ഷേ അത് ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ നിലയ്ക്കാണെന്നുള്ളതാണ് അതിൻ്റെ നിരാശ.